ഈ കിടക്കുന്നതാണ് നമ്മൾ അർജുൻ അശോകൻ്റെ 180 സംഭവം. പുള്ളിക്കാരൻ ദുൽഖറിനൊപ്പം 2 പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ ആവേശം മൂത്ത് ക്ലാസ്സിക്കാരടുത്ത് റീസ്റ്റോർ ചെയ്യുന്നതല്ല. പുള്ളി പണ്ടേ വലിയൊരു വണ്ടി വരാമെന്ന് പറയാം. എറണാകുളത്തൊക്കെ പണ്ട് ഡീറ്റെയിലിംഗ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ വണ്ടി ഗൈസ്. പുള്ളി ചുമ്മാ പറഞ്ഞതല്ല, ഇവരുടെ ഒരു ജി വാഗനും കൂടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2021 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു ജി വാഗനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഏത് ഇയറാണ് ശരിക്കും വണ്ടി വരുന്നത്? 2006 മോനെ. ഒരു മിനിറ്റ്, അതായത് ക്യാഷ്ലെസ് സംഭവം എനിക്ക് മനസ്സിലായി. അങ്ങനെ 10 ഇൻഷുറൻസ് കമ്പനികളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 12 ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ ക്യാഷ്ലെസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു 10 ലാഖിന്റെ വർക്കാണെങ്കിലും 20 ലാഖിന്റെ വർക്കാണെങ്കിലും നമുക്ക് വെറും ക്ലെയിം ചാർജ് മാത്രം അടിച്ച് നമുക്ക് വർക്ക് ചെയ്ത് പോകാം. അത് ശരി. നമസ്കാരം, മറ്റൊരു ഫുള്ളോട് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ഓൺറോഡ് ബോഡി ഷോപ്പിലാണുള്ളത്. നമ്മുടെ കൂടെ ഇവിടെ ഓൺറോഡിൻ്റെ ഓപ്പറേഷൻ മാനേജർ അല്ലേ, പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ പരിചയപ്പെടുത്തി. എൻ്റെ പേര് റെനി. ഞാനിവിടെ ഓൺറോഡിൻ്റെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ എവിടെയാണ് സ്ഥലം ശരിക്കും? ഞാൻ പാലക്കാടാണ്. ശരിക്കും പാലക്കാട് മണ്ണാർക്കാടാണ്. ഓക്കെ. പക്ഷേ ഇതിപ്പോൾ ഓൺറോഡ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഇത് നമ്മുടെ മലപ്പുറം ടൗണിൽ നിന്ന് കാലിക്കറ്റ് പോകുന്ന റൂട്ട് ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് റൂട്ടിൽ തന്നെ പിലാക്കൽ എന്ന് പറയും. പിലാക്കൽ. ഓക്കെ നൈസ്. അപ്പോൾ ഇവിടെ ഈ ഓൺറോഡ് ബോഡി ഷോപ്പ് എന്ന് വെച്ചാൽ പണ്ടായാലും ഞാൻ കേട്ടിട്ടുള്ളത്, കൂടുതൽ ഇൻസ്റ്റയിലെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ലിഫ്റ്റിങ്ങിനാണ് വലിയ സെറ്റപ്പ് ആണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഏകദേശം കുറേ ലാൻഡ് ക്രൂസർ 10 ലാൻഡ് ക്രൂസറോളം നിങ്ങളോട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇവർ കുറച്ച് ക്ലാസിക് കാർസിൻ്റെ റീസ്റ്റോറേഷൻ, അതേപോലെ ആക്സിഡൻറ്റ് കാറുകളുടെ ടോട്ടൽ ലോസ് ആയി പോയ കാറൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ്. പക്ഷേ കൂടുതൽ പ്രീമിയം ക്ലാസ്സാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? കൂടുതലും നമുക്ക് പ്രീമിയം ക്ലാസ്സാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. വരുന്നത് കൂടുതൽ പ്രീമിയം ക്ലാസ്. ഓക്കെ. അങ്ങനെ അപ്പോൾ കുറച്ച് അടിപൊളി ക്ലാസിക് കാർസൊക്കെ ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ പപ്പടമായി പോയ വണ്ടികളെ റെഡിയാക്കി എടുക്കുന്ന കുറച്ച് പരിപാടികളും കൂടെ അകത്തുണ്ട്. പിന്നെ മറ്റേ സാധനത്തിന് വരുന്നത് ഫോട്ടോ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, അങ്ങനെ കുറേ അടിപൊളി പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് കണ്ടുപോകും അല്ലേ? ഓക്കെ. ഈ കാണുന്നത് ഇവർ കംപ്ലീറ്റ് സെറ്റാക്കി എടുത്തൊരു പ്രാഡോ ആണ്. ഇത് നോക്കിയാൽ മോനെ ഒരു രക്ഷയില്ല. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്ത പ്രാഡോസ് നമുക്കധികം കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നാട്ടിൽ നമ്മൾ മരണമാസമായിട്ട് ഇപ്പോഴും ചെയ്യുന്നത് കാണുന്നതിൽ വളരെ സന്തോഷം. നല്ല പൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി സാധനമൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. ബ്രോ, ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ഫുള്ള് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ഫെൻഡേഴ്സ് അടക്കം സകലതും എല്ലാം കൂടെ മാറ്റിയെടുത്തേക്കുന്നതാണ്. 2020 നമ്മൾ കണ്ടത്. അതാണ് ഞാൻ ചോദിക്കാം. 2010 ആണ് ഇയർ, 2020 ഒരു രീതിയിലേക്ക് മാറ്റിയേക്കുന്നത്. ഒരു കസ്റ്റം മെമ്പറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ എന്താണ് ഇന്റീരിയർ ചേഞ്ചസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ. നൈസ്. ഇതുപോലെ തന്നെയാണോ ഇവിടെ വേറെ ഇവിടെ ബൂത്തിനകത്ത് വേറൊരു വണ്ടി കിടക്കുന്നത് പറഞ്ഞായിരുന്നു പ്രാഡോ? ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ? ഓക്കെ. പ്രാഡോ അന്വേഷിച്ച് ഇവിടെ ബൂത്തിനകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു MG ഹെക്ടർ കിടക്കുന്നു. ഇത് എന്താണ് പരിപാടി, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ. ഈ സെറാ ഷീൽഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ്? നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ്? ഓ, അത് ശരി. വലിയ സെറ്റപ്പാണ് കൊച്ചിയിൽ. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഇത് മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ഇതിനകത്ത്? എങ്ങനെയാണ്? നമ്മൾ 1 ഇയർ മുതൽ 5 ഇയർ വരെ നമ്മൾ പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് തുടക്കം മുതലേ അങ്ങനത്തെ പാക്കേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രാഡോ അവിടെ പോയി? അപ്പുറത്തുണ്ടല്ലേ? എന്നാൽ പിന്നെ അപ്പുറത്തേക്ക് പോവാം. ഈ കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡിയായി കിടക്കുന്ന പ്രാഡോ. ഇതിപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ എന്താണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്കകത്ത്? ഓക്കെ. ഈ ലൈറ്റ് നിങ്ങൾ ചെയ്തതാണോ? ഓ, നൈസ്. കൊള്ളാം, അടിപൊളി സംഭവം. അപ്പോൾ ഇത് ഏത് ഇയറാണ് ശരിക്കും വണ്ടി വരുന്നത്? 2006 മോനെ. 2006 വണ്ടിയാണ് ഈ കിടക്കുന്നതെന്ന് കണ്ടാൽ പറയും. ഇത് നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ നിന്നുള്ള ലുക്കും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അയവാ, പൊളി, അടിപൊളി. ഇത് ഇൻറ്റീരിയറൊക്കെ എന്തോരം ക്ലീൻ ആയിട്ടിരിക്കണം നമുക്ക് നോക്കാം. അയവാ, സൂപ്പർ. അടിപൊളി ഡിജിറ്റൽ സ്ക്രീനൊക്കെ ഇട്ടിട്ട്
ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണാനുള്ളത്. ഈ സ്ക്രീന് നിങ്ങൾ കയറ്റിയതാണോ നേരത്തെ ഉണ്ടായിരുന്നതാണോ? നിങ്ങൾ ചെയ്തതാണോ അല്ലേ? ഓക്കെ, പൊളി. നല്ല അടിപൊളി സ്ക്രീനാണ് ഈ കയറിയിരിക്കുന്നത്. എന്നാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരു ഐപാഡിൻ്റെ വലിപ്പത്തിൽ തന്നെ ഉണ്ട്. ഈ കിടക്കുന്നതാണ് നമ്മൾ അർജുൻ അശോകൻ്റെ 180. സംഭവം പുള്ളിക്കാരൻ ദുൽഖറിനൊപ്പം 2 പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ ആവേശം മൂത്ത് ക്ലാസ്സിക്കാരടുത്ത് റീസ്റ്റോർ ചെയ്യുന്നതല്ല. പുള്ളി പണ്ടേ വലിയൊരു വണ്ടി വരാൻ തന്നെ. എറണാകുളത്തൊക്കെ പണ്ട് ഡീറ്റെയിലിംഗ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് കണ്ടോ വണ്ടി, ഇത് കംപ്ലീറ്റ് നിങ്ങൾ കസ്റ്റം ഡിസൈൻ ആയിട്ട് ഉണ്ടാക്കുന്നല്ലേ? പുള്ളി പറയുന്ന അനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നതാണല്ലേ? എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ കാണുന്നത് ഇത് കണ്ടോ, ഈ ഗ്രില്ല് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ലിപ്പൊക്കെ എക്സ്ട്രാ ചെയ്തേക്കണത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പഴയ ലാഡയുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, സംഭവം കൊള്ളാം. അപ്പോൾ വണ്ടി ഇങ്ങനെ മൊത്തത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വണ്ടികൾക്ക് ഇതുവരെ ഇല്ലാതിരുന്നൊരു ഡിമാൻഡ് ഇപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറവാണ്. പക്ഷേ അതേപോലെ തന്നെ റിയർ വീൽ ഡ്രൈവാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ, അതായത് ഡ്രിഫ്റ്റിങ്ങിനൊക്കെ ഒരുപാട് ഈ വണ്ടികൾ ഇപ്പോൾ തപ്പി പിടിച്ച ആൾക്കാർ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് ആലോചിച്ച് കിടക്കുന്ന നോക്കി. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുക പഴയ ഫിയറ്റൊക്കെ എടുത്തിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങി. നമുക്കിനി ആ കൾച്ചറിലേക്ക് കൂടുതൽ വണ്ടികൾ വൈകാതെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാം, അടിപൊളി. ഇതിനി എത്ര നാളെടുക്കും ഇതൊന്ന് കുട്ടപ്പനാവാനായിട്ട്? 1 month കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. 1 month കൊണ്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഐഡിയ പരമായിട്ട് പണിഞ്ഞ് വന്നിട്ട് നമുക്ക് പുള്ളി റിവീൽ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടുപോകാം അല്ലേ, എങ്ങനെയാണ് വരുന്നതാണ്. പിന്നെ ഇതെന്താണ്? ഇത് പഴയ ജീപ്പാണല്ലോ, വില്ലീസാണോ? 64 മോഡൽ അല്ലേ? ഓക്കെ. ഇതെന്താണ് പരിപാടി? കംപ്ലീറ്റ് നിങ്ങൾ ബോഡി വർക്ക് ചെയ്യുന്നതാണോ? ഓ, നൈസ്. മൊത്തം അടിയിൽ നിന്ന് പിരിച്ച് മേഞ്ഞിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ്. അത് അപ്പുറത്തും വേറൊരു ജീപ്പ് കിടക്കുന്നത്. ഇത് നമ്മുടെ കമാൻഡറോ അങ്ങനെയാണ്? ഓ, ബൊലേറോയുടെ ഓൾഡ് മോഡലാണല്ലേ? ചേഞ്ച്. ഓക്കെ. നൈസ്. ഇതും ഫേസ് ലിഫ്റ്റിന് വേണ്ടി വന്ന പ്രാഡമാണ് ഈ കാണുന്നത്. ഓക്കെ. നിങ്ങൾ പ്രാഡോടെ മൊത്തം ഈ ജില്ലയിലെ കോൺട്രാക്ട് എങ്ങനെ ഏറ്റെടുത്തേക്കണം? എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി? ലാൻഡ് ക്രൂസർ ഒന്നും വിടത്തില്ല, ഏത് കേസും എടുക്കും. ഇവിടെ എന്തും പോവല്ലേ, ജനതാ ഗ്യാരേജാണ്. പൊളി, അടിപൊളി. അപ്പോൾ ഇതിപ്പോൾ പണിഞ്ഞ് വരുമ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ നല്ല കുട്ടപ്പനായിട്ട് വരും. ഓക്കെ, അതുപോലെ എത്തും അല്ലേ? ഓക്കെ, നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗൈസ്, പുള്ളി ചുമ്മാ പറഞ്ഞതല്ല, ഇവരുടെ ഒരു ജി വാഗനും കൂടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2021 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു ജി വാഗനാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി G63 അല്ലേ? ഓക്കെ, 12 മോഡൽ. ഓക്കെ. നൈസ്. പൊളി. 2021 ആക്കിയേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? 2020. ഓക്കെ. അപ്പോൾ അകത്ത് മറ്റേ സ്ക്രീനിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? പുറത്തുള്ള ബോഡി മാത്രമാണോ അത് ചെയ്യുന്നത്? ഓക്കെ. അതെ അല്ലേ? പുതിയ 2020 മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് ഏരിയ സ്ക്രീൻ ആക്കി വരുന്ന ടൈപ്പാണല്ലോ. ഇന്ത്യയിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല അല്ലേ? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലും ഈ പറഞ്ഞ മാതിരി ഈ സകല സാധനങ്ങളും മാറ്റിയിട്ടുണ്ടാവും. ഫെൻഡേഴ്സ് അടക്കം സകലതും മാറ്റിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അത് ശരി. അപ്പോൾ ഇത് ചെയ്യാൻ ഏകദേശം എത്ര സമയമെടുക്കും? ഏകദേശം എന്ത് വില വരും ഇങ്ങനെ സംഭവം? നമുക്ക് ഒരു അതായത് പാർട്സ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു 1 month കൊണ്ട് നമുക്ക് തീർക്കാം. 1 month കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. വർക്കിന്റെ സമയം പാർട്സ് ആണ് പക്ഷേ പ്രശ്നം അല്ലേ? ഇല്ല, നമുക്ക് നേരത്തെ ബിഫോർ ഓർഡർ കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് ഇറക്കാൻ പറ്റും അല്ലേ? നമുക്ക് പാർട്സ് കിട്ടും. ഓക്കെ. ഒരു എമൗണ്ടിന്റെ കാര്യം ഏകദേശം എങ്ങനെയൊക്കെ വരുമായിരിക്കും? ഏകദേശം ഒരു 5 lakhന്റെ അടുത്ത് വരും അല്ലേ? ഓക്കെ. നൈസ്. ഗൈസ്, ഈ കിടക്കുന്ന സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി. ഞാൻ അബുദാബിയിൽ നിന്ന് ഒരു ഹൈടെക് വർക്ക്ഷോപ്പ് കാണിച്ചപ്പോൾ അതിനകത്ത് കാണിച്ചു തന്നൊരു സംഭവമാണ് ഈ കിടക്കുന്നത്. ഇത് വണ്ടിയുടെ ചേസസ് നിവർത്തുന്ന സാധനമാണ്. ഈ ഇരിക്കുന്ന സുനാങ്കളി കണ്ടോ? ഇതും കൂടെ കണക്ട് ചെയ്തിട്ടാണ് വണ്ടി വലിച്ച് ഇതിനകത്ത് വെച്ചത്. അതായത് മാനുവലി വലിച്ച് നിർത്തുന്നല്ല, ഇത് മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സാണ്. അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്, അതിനകത്ത് ഓരോ വണ്ടികളുടെയും കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഫീഡഡ് ആണ്. അത് വെച്ച് വണ്ടി ഇവിടെ വെച്ച് ഈ സാധനം ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചേസസ് പിന്നെ ബോഡിയും കൂടെ ചെറുതായിട്ടൊന്ന് ഡാമേജ് ഉള്ള നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് പിന്നെ ആക്സിഡന്റ് ആയ വെഹിക്കിൾസ് ആണ് വരുന്നത്. അതായത് ക്യാഷ്ലെസ് ഫെസിലിറ്റി നമ്മൾ 10 above ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നത് കൊണ്ട്, അതേപോലെ ഹിസ്റ്ററിയിൽ കയറാത്തത് കൊണ്ടും നമുക്ക് കൂടുതലും ക്യാഷ് പിന്നെ ഒരു മിനിറ്റ്, അതായത് ക്യാഷ്ലെസ് സംഭവം എനിക്ക് മനസ്സിലായി. അങ്ങനെ 10 ഇൻഷുറൻസ് കമ്പനികളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 12 ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ ക്യാഷ്ലെസ് ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലെയിമിന്റെ ചാർജ് ക്ലെയിം ചാർജ് അതിൽ കൺസ്യൂമേഴ്സോട് ആർഡർ ആണെങ്കിൽ നമുക്ക് വെറും ക്ലെയിം ചാർജ് മാത്രം അടച്ചാൽ മതി. ഒരു 10 lakhന്റെ വർക്കാണെങ്കിലും 20 lakhന്റെ വർക്കാണെങ്കിലും നമുക്ക് വെറും ക്ലെയിം ചാർജ് മാത്രം അടച്ച് നമുക്ക് വർക്ക് ചെയ്ത് പോകാം. അത് ശരി.
പിന്നെ ഇതിനകത്ത് വേറൊരു സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി ഇത് സർവീസ് റെക്കോർഡ് വരത്തില്ല. ഓക്കെ, നമ്മൾ സർവീസ് റെക്കോർഡ് വരത്തില്ല. വർക്കിന്റെ ഫിനിഷിംഗും കൂടെ ആവുന്ന സമയത്ത് അതൊരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഗൈസ്, ഇവര് അധോലോകമാണ് ഗൈസ്, അധോലോകം സെറ്റപ്പ് ആണ്. അപ്പം ഏതൊക്കെ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതലും ഇവിടെ പ്രീമിയം കാർസ് ആണ് വരുന്നത്. എങ്കിൽ കൂടിയും നമുക്ക് ക്യാഷ് ടൈപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ടൊയോട്ട, അതേപോലെ പിന്നെ ഫോക്സ് വാഗൺ കൂടുതൽ വരുന്നുണ്ട്. ഓ, അതായത് മിഡിൽ റേഞ്ചിലുള്ള പ്രീമിയം വണ്ടികളും ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാ വെഹിക്കിൾസ് ചെയ്യാം. അതിൽ കൂടുതലായിട്ട് വരുന്നത് ഈ വെഹിക്കിൾസ് ഒക്കെയാണ്. ഓക്കെ. അങ്ങനെ അതൊരു വലിയ ക്യാച്ചാണല്ലോ. ഞാൻ ആക്ച്വലി എങ്ങനെ പഴയ വണ്ടി ആയാലും അത് റെഡിയാക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കലക്കി കേട്ടോ, കൊള്ളാം. അധോലോകം സെറ്റപ്പ്. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ആ പെയിൻറ്റിൻ്റെ സെറ്റപ്പും കൂടെ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്താലോ? പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സംഭവം അതൊരു കിടിലൻ സംഭവമാണ്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപോകാം. ഗൈസ്, ഈ കാണുന്ന സംഭവത്തിൻ്റെ പേരാണ് ഫോട്ടോ സ്പെക്ട്രോമീറ്റർ. ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വണ്ടിയുടെ പെയിൻറ്റിൻ്റെ കറക്റ്റ് കളർ കോഡ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതും ഒരു 5-6 കൊല്ലം പഴക്കമുള്ള ഫെയ്ഡായ പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് അപ്പോഴത്തെ ഇതനുസരിച്ച് എക്സാക്ട്ലി ഉള്ള സാധനം കിട്ടും അല്ലേ? നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ കോഡ് എന്നുള്ളത് ക്ലിയർ ആയിട്ട്. ഓക്കെ, എന്നിട്ട് ആ കോഡ് വെച്ചിട്ട് നമ്മൾ ഈ പെയിന്റ് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്ത ഭാഗത്തെ വ്യത്യാസം മനസ്സിലാവില്ല. ഓക്കെ, നിങ്ങൾ ശരിക്കും അധോലോകം തന്നെയാണ്. അപ്പോൾ ഈ സംഭവം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇത് എങ്ങനെയുണ്ട് ഈ മെഷീന് വിലയൊക്കെ? ഏകദേശം കോസ്റ്റ്ലി ആണ്. 4 lakh ഈ മെഷീന് മാത്രം വിലയുണ്ട്. ഓക്കെ, നൈസ്. ഈ സംഭവം ഇത് റീഡിങ് എടുക്കുന്നത് ഞാൻ അങ്ങനെ കാണിച്ചാൽ റീഡിങ് എടുത്തതിന് ശേഷം ഇത് കമ്പ്യൂട്ടറിൽ കുത്തുമ്പോൾ അവർ പറയും ഇത് ഇന്ന വണ്ടിയാണ്, ഇന്ന പെയിൻ്റാണ്. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം കിട്ടും. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതേ ഈ പെയിൻറ്റ് ബൂത്തിൽ കൊണ്ടുപോയി ഇരിക്കുന്ന പെയിൻറ്റ് ബൂത്ത് അവിടെ കൊണ്ടിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കും അല്ലേ? കൊള്ളാം, പൊളി സാധനം. ഒരു ഡെമോ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഈ ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആൾ. പുള്ളിക്കാരനെ കൊടുക്കാം. ചേട്ടാ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നെ സാധനം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. ഓക്കെ, സാധനം റീഡ് ചെയ്തു. ഈ പച്ച കത്തി റീഡ് ചെയ്തു എന്നാണ് അർത്ഥം അല്ലേ? ഓക്കെ. റീഡിംഗ് കാണിക്കാൻ ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഡിറ്റക്ട് ചെയ്യുന്നത് കാണിക്കും. ഓക്കെ. അങ്ങനെ എത്ര പ്രാവശ്യം ഇത് റീഡ് ചെയ്യിക്കണം? 5 times അല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള. അത് കലക്കി. ഇത് ഒരു തവണ എടുത്താൽ ചിലപ്പോൾ മിസ് മാച്ച് വന്നാലും ഇത് 5 എണ്ണം എടുത്തിട്ട് ഓക്കെ സെറ്റപ്പ്. കൊള്ളാം, അടിപൊളി. ഇപ്പോൾ 5 എണ്ണം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? ഇനി ഇത് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടില്ലേ? അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ സെറ്റപ്പ്. ഇവരുടെ പെയിൻറ്റ് മിക്സിങ് റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നതൊക്കെ ഓരോരോ കളറിൻ്റെ ക്യാനുകളാണ് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്ന കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ച് ഇവർ അത്ര ഓരോ കളറിനെയും ഇത്ര എമൗണ്ട് വീതം എടുത്ത് മിക്സ് ചെയ്താണ് ഓരോ സ്പെസിഫിക് കളേഴ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? ഓക്കെ, എത്ര കളേഴ്സ് വരെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും മൊത്തത്തിൽ? എൻ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര നമ്പർ വരും? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ PPGയുടെ പെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൈസ്. നമ്മുടെ ചേട്ടായി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതേ നോക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ആ ഫോട്ടോ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന സാധനം ഇതിവിടെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം പുള്ളിക്കാരൻ കമ്പ്യൂട്ടറിൽ അത് റെഡിയാക്കുന്നുണ്ട്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓൾറെഡി BMW വന്നു. ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ആ സ്കാൻ ചെയ്ത റീഡിംഗ് വെച്ചിട്ട് അത് ഏത് വെഹിക്കിൾ ആണെന്ന് നമുക്ക് കാണിച്ചല്ലേ? അതിന്റെ ഫോർമുല നമുക്ക് അതിൽ തന്നെ താഴെ കിട്ടും. ഓക്കെ സകലം കിട്ടും. ഇതിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എന്നാലും സകല ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇയർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, പൊളി സാധനം. സംഭവം കൊള്ളാം. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ അടിച്ചു മാറ്റിയത്? ഈ സംഭവം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇങ്ങനെ ഒരു സംഭവം US based ആണ്. നിങ്ങളുടെ ഓണേഴ്സ് പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ്. ഓക്കെ, പൊളി സാധനം, കൊള്ളാട്ടാ. ഗൈസ്, നമ്മൾ പലപ്പോഴും ഹൈഡ്രോ ഡിപ്പിംഗ് എന്ന് പറയുന്ന പരിപാടിയെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല വണ്ടികളിലും ഹൈഡ്രോ ഡിപ്പ് ചെയ്ത പാർട്സ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് ഈ G-Wagonന് വേണ്ടി ചെയ്തതെന്നല്ലേ പറഞ്ഞത്? G-Wagonന് വേണ്ടി. ഓക്കെ, ഇന്ത്യന് വേണ്ടി ചെയ്ത ഒരു വുഡൻ ഫിനിഷ് ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്തേക്കുന്ന കോമ്പണൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, നൈസ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഹൈഡ്രോ ഡിപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ളൊരു ബാത്താണ് ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഹൈഡ്രോ ഡിപ്പ് ചെയ്യേണ്ട പ്രോഡക്ട്സിന്റെ മുകളിൽ നമ്മൾ ആദ്യം ഈ ഫിലിം ഒട്ടിക്കുമോ? എങ്ങനെയാണ്? അതോ ഫിലിം നമ്മൾ ഈ ബാത്തിലിടും? ഓക്കെ, ഓക്കെ. ശേഷം അതിൽ നമ്മൾ സ്റ്റിക്കി സ്പ്രേ അടിക്കും. ഓക്കെ, സ്പ്രേ അടിച്ചതിന് ശേഷം ഏതാണോ ഡിപ്പ് ചെയ്യേണ്ടത് ആ പാർട്ട് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മുക്കി എടുക്കത്തേ ഉള്ളൂ അല്ലേ? ഓക്കെ, മുക്കി എടുക്കുമ്പോൾ തന്നെ ആ പാറ്റേൺ അതിനകത്തേക്ക് കയറും. ഓക്കെ, ഒരു ഡെമോ കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധനമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, എന്തായാലും ഈ സാധനം തന്നെ അധികം ആൾക്കാർ കണ്ടുണ്ടാകാൻ സാധ്യതയില്ല. ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്യുന്ന മെഷീനും അതിൻ്റെ ബാത്തുമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ഫിലിം പോലൊരു സാധനമാണ്. അതുണ്ടാവുമോ ഒരെണ്ണം കാണിക്കാനായിട്ട്? ഒരെണ്ണം കാണിക്കാമോ? നമുക്ക് ഏത് പാറ്റേൺ എടുക്കാം. ഓക്കെ.
ഓ ഇതാണ് നമ്മൾ കാർബൺ ഫൈബർ ഇത് കാർബൺ ഫൈബർ ഫിനിഷ് ചെയ്യുന്ന പിന്നെ പാറ്റേൺ ഇതാണ്. ഓക്കെ 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 നൈസ്. അപ്പോൾ ഈ സാധനം നമ്മൾ ആ ബാത്തിനകത്ത് മുക്കിയിട്ടിട്ട് ഇതിനകത്ത് മറ്റേ അദസിവ് സ്പ്രേ അടിച്ചതിന് ശേഷം ഈ സാധനം ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി ഈ പാറ്റേൺ ഇതിലേക്ക് കൺവേർട്ട് ആവും അല്ലേ? കൊള്ളാം. ഇവിടെ ഒരു പെയിന്റ് ബൂത്ത് കണ്ടു, അവിടെയും ഒരു പെയിന്റ് ബൂത്ത് കണ്ടു. ശരിക്കും എന്താണ് ഇവിടെയും പെയിന്റ് ചെയ്യാറുണ്ട്, അവിടെയും പെയിന്റ് ചെയ്യാറുണ്ട്? അവിടെ നമ്മൾ കണ്ട പെയിന്റ് ബൂത്ത് ഒരു 8 മീറ്റർ വലിയ വണ്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അത് 2 വണ്ടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് അവിടെ. 8 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വലിയ വണ്ടിക്കുള്ള. വലിയ വണ്ടി മീൻസ് അതായത് ഒരു പിന്നെ ഒരു നാനോ മുതൽ ഒരു റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ് വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണല്ലേ? ഓക്കെ ഓക്കെ നൈസ്. ഇത് ചെറിയ പാർട്സ് കൊണ്ടുവച്ച് പാനൽസ് കൊണ്ടുവച്ച് പെയിന്റ് ചെയ്യുന്ന പിന്നെ ഫിനിഷിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ചെറിയ പെയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അകത്തേക്ക് വേണ്ടി ഇനി എന്താണ് കാണാനുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു മോറിസ് അവിടെ തൂക്കിയിട്ടില്ലേ, അത് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു കിടിലെ മോറിസ് മാൻ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്ത് ഇവർ ഇവിടെ മച്ചിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതൊന്ന് കണ്ടുപോകാം. ദേ ഈ കാണുന്ന സാധനം കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞ മോറിസ് മൈനർ തലകീഴായിട്ട് കെട്ടി തൂക്കിയേക്കാണ് സാധനം. ഗോപ്രോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ എന്നാലും ഞാൻ ബി-റോൾ ഷോട്ട്സിൽ അതൊക്കെ ആഡ് ചെയ്തേക്കാം. ഒരു രക്ഷ നല്ല ക്ലാസ് ആയിട്ട് തന്നെ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റ് നിങ്ങൾ തന്നെയല്ലേ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത്? ഓക്കെ കൊള്ളാം, നല്ല നൈസ് ആയിരുന്നു. ഫുൾ റിസ്റ്റോറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. റിസ്റ്റോറേഷൻ ചെയ്തതിന് ശേഷം കെട്ടി തൂക്കിയല്ലേ? ഓക്കെ നൈസ്. അപ്പോൾ ഇതേപോലത്തെ ക്ലാസിക് കാഴ്ച എന്തായാലും ഇതേ ക്ലാസ്സിൽ റിസ്റ്റോർ ചെയ്യുമ്പോൾ എന്നെ ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വന്ന് 4 വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. അത് ശരി. ഓക്കെ 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 നൈസ് 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 പൊളി. അങ്ങനെ പിന്നെ അത് മാത്രമല്ല നല്ല ഇപ്പോൾ എന്തായാലും ഇത്രയും റിപ്പയർ ഫെസിലിറ്റി ഉണ്ടല്ലോ ആക്സിഡൻ്റ്, നല്ലോണം പൊളിഞ്ഞൊരു വണ്ടി ഇവ വരുമ്പോഴും ഈ പറഞ്ഞ ബിഫോർ ആഫ്റ്റർ പിക്ചർ എടുത്ത് എനിക്ക് തരണം കേട്ടോ. നമുക്കൊന്ന് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൺ റോഡിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിനകത്തുണ്ടോ? ഓക്കെ ഓക്കെ വർക്കുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ശരി അത് ശരി. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ ഓൺ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഭവം ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഫേസ് ലിഫ്റ്റ് മാത്രം എന്നായിരുന്നു അറിയാവുന്നത്. പക്ഷേ ഫേസ് ലിഫ്റ്റ് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെയുള്ള കാര്യം ഇന്നിവിടെ വന്നുകൊണ്ടാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അഥവാ വേറെ എന്തെങ്കിലും സംശയം ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, പുള്ളിക്കാർ റിപ്ലൈ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു ഹെവി ലോഡഡ് ഫുള്ളി ലോഡഡ് ബ്ലോഗ് വേണ്ടി ഞാൻ പിന്നെ വരാം. ഗുഡ് ബൈ.